ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടല്ല, കുറച്ച് റെസിപ്പികളായിട്ടാണ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ഒരു കുക്കിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ എണീറ്റ് വന്ന പാട് നമ്മൾ ഒരു ചായ കുടിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പോലത്തെ ഒരു കപ്പിൽ 1.5 കപ്പാണ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഈ പാത്രത്തിൽ വെച്ച് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു തട്ടെടുത്തിട്ട് അതിലേക്ക് മാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ശേഷം ഒരു ചെറിയ റോൾ എടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഇടിയപ്പം സെറ്റ് ചെയ്യുന്ന ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടിയപ്പം റെഡിയാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. അപ്പോൾ നമ്മളെല്ലാ പാത്രത്തിലും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് നമ്മൾ ആവിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് പുളി എടുത്തത്
കുറച്ച് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫിഷ് ക്ലീൻ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലും വല്യമ്മയാണ് ഇത് ചെയ്തു തരാറുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങയ്ക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് വലിയ ജീരകവും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോറിലേക്കുള്ള കറിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സും പിന്നെ വെള്ളത്തിലിട്ട് വെച്ച പുളിയുടെ ആ വെള്ളവും പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാം. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി. അപ്പോൾ എന്നിട്ട് നമുക്കൊരു വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറിയ ജീരകം, വേപ്പില, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു. നമ്മളത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മുളക് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കൊത്തമര വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഒരു 2 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൊത്തമര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.